Debate with Dr. Arun Kumar. കാത്തിരുന്ന് കിട്ടിയ പ്രതിപക്ഷ പദവിയിൽ ഒരുമിച്ച് നിൽക്കാതെ ഉലയുകയാണോ ഇന്ത്യ മുന്നണി? പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ കോൺഗ്രസ് ഒരു വഴിക്കും മറ്റ് കക്ഷികൾ പല വഴിയും തേടുന്ന കാഴ്ചയാണോ നമ്മൾ കാണുന്നത്? രാഹുലിനും കോൺഗ്രസിനും അദാനിയായിരുന്നു ഈ പാർലമെന്റിലെ മുഖ്യ വിഷയം. മമതയ്ക്ക് ബംഗ്ലാദേശും കേന്ദ്ര വിവേചനവും, സമാജ്വാദി പാർട്ടിക്ക് ഉത്തർപ്രദേശിലെ സംഭാൽ, CPAക്ക് വയനാട്. ഒടുവിൽ ഇന്ത്യ മുന്നണിയെ മമത നയിക്കണമെന്ന ആവശ്യവുമായി ലാലു പ്രസാദ് യാദവ് രംഗത്തു വരുന്നതും ഇന്നത്തെ വാർത്താപ്പകൽ കണ്ടു. ചോദ്യം ഇതാണ്: ഇന്ത്യ മുന്നണി ഉലയുന്നു. അതിഥികളായ നമുക്കൊപ്പം മുതിർന്ന പത്രപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ഒപ്പം BJP പ്രതിനിധി അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ് എന്നിവരാണ്. ആദ്യം ഞാൻ സണ്ണിക്കുട്ടി എബ്രഹാമിലേക്ക്. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, വെരി ഗുഡ് ഈവനിങ്. ഈ ഇന്ത്യ മുന്നണി കാത്തിരുന്ന് കിട്ടിയ ഒരു പ്രതിപക്ഷ പദവി, ആ പ്രതിപക്ഷ പദവി ആദ്യഘട്ടത്തിലെ പാർലമെന്റിന്റെ സമ്മേളനത്തിൽ ഒരുവിധം നന്നായി പെർഫോം ചെയ്തു. പക്ഷേ ശീതകാല സമ്മേളനമാകുമ്പോഴേക്കും ഒരുപാട് വിള്ളലുകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഇന്ത്യ മുന്നണിയിൽ രൂപപ്പെടുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. അദാനിയുടെയും മോദിയുടെയും ഒക്കെ മുഖപടങ്ങൾ വെച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ കണ്ടു. പക്ഷേ അവിടെ നിന്നും തൃണമൂൽ കോൺഗ്രസ്സുകാരെ കണ്ടില്ല, സമാജ്വാദി പാർട്ടിയെ കണ്ടില്ല, NCPയെ കണ്ടില്ല. മാത്രവുമല്ല, ഇത്തവണ പാർലമെന്റിൽ ദയനീയമാം വിധം ഫ്ലോർ മാനേജ്മെന്റിൽ പരാജയപ്പെട്ടു രാഹുൽ ഗാന്ധിയും കോൺഗ്രസും. ഇന്ത്യ മുന്നണി ഉലയുകയാണോ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം? ഗുഡ് ഈവനിങ്. കുറേ കാലത്തിന് ശേഷം വളരെ സന്തോഷം. താങ്കളുടെ ചോദ്യത്തിൻ്റെ തുടക്കത്തിൽ ഏറെക്കാലത്തിന് ശേഷം കിട്ടിയ ഒരു പ്രതിപക്ഷ നേതൃപദവി അല്ലെങ്കിൽ പ്രതിപക്ഷ പദവി എന്നാണ് പറഞ്ഞത്. അതല്ല പ്രധാനം. BJPക്കെതിരായിട്ട് ജനാധിപത്യ വിശ്വാസികളായ മതനിരപേക്ഷ സ്വഭാവം പുലർത്തുന്ന കക്ഷികൾ ഒന്നിച്ചു നിൽക്കുക, അതൊരു സഖ്യം. ആ സഖ്യം ബലപ്പെടുക, ശക്തിപ്പെടുക, ഒന്നിച്ചു നിൽക്കുക, അതാണ് ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. താങ്കൾ ചോദിച്ച ചോദ്യം വളരെ കറക്റ്റാണ്. വളരെ പ്രതീക്ഷകൾ കഴിഞ്ഞ സമ്മേളനത്തിൽ ഈ സഖ്യം ഇന്ത്യക്ക് നൽകിയതാണ്. പക്ഷേ ഇന്നതാണോ സ്ഥിതി എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സംശയത്തോടുകൂടി അതിനെ നോക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഈ പാർലമെന്റിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിവിധ വിഷയങ്ങൾ, ഒന്ന് അദാനിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അദ്ദേഹത്തിനെതിരെ അമേരിക്കയിൽ അവിടുത്തെ പ്രോസിക്യൂട്ടർമാർ നൽകിയ കേസ്, ഫ്രോഡ്, അതുപോലെ തന്നെ അഴിമതി, അതാണ് കോൺഗ്രസ് വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഉന്നയിക്കാൻ ശ്രമിച്ചത്. അതോടൊപ്പം സംഭാൽ ഇഷ്യൂ, അതായത് ഉത്തർപ്രദേശിലെ ഒരു മോസ്കിൽ, സംഭാലിലെ മോസ്കിലുണ്ടായ വെടിവെപ്പ്, അവിടെ 5 പേര് മരിച്ച കാര്യം. പക്ഷെ തൃണമൂൽ കോൺഗ്രസ് ആദ്യം മുതൽ തന്നെ ഇതിനോടൊന്നും സഹകരിക്കുന്നില്ല. ഈ രണ്ട് വിഷയങ്ങളിലും, അദാനിയുടെ വിഷയത്തിലാണെങ്കിലും സംഭാൽ വിഷയത്തിലാണെങ്കിലും വേണ്ട പോലെ സഹകരിക്കുന്നില്ല. അവര് ഏതാണ്ട് മാറി നിൽക്കുകയാണ്. അവർക്ക് അവരുടേതായ പല കാര്യങ്ങളുണ്ടാവും. ഇതിലാരോട് ഓർക്കേണ്ടത്, അവിടുത്തെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് വരെ, അതായത് പ്രതിപക്ഷ നിരയിലെ സീറ്റുകൾ ഓരോരുത്തർക്ക് അലോട്ട് ചെയ്തതുവരെ അവിടുത്തെ പ്രശ്നങ്ങളാണ്, ഈ മുന്നണിയിലെ പ്രശ്നങ്ങളാണ്. അതുപോലെ സംഭൽ വന്നപ്പോൾ SP എന്താണ് ചെയ്തത്? SPക്ക് അദാനിയല്ല പ്രശ്നം, അദാനി ഇഷ്യൂ അവരതിനെ വലുതായിട്ട് കാണുന്നില്ല. അവർക്ക് സംഭൽ ഇഷ്യൂ ചർച്ച ചെയ്യണം. അങ്ങനെ ഏതാണ്ട് പ്രയോറിറ്റിയുടെ കാര്യത്തിൽ, സഭയിലെടുക്കേണ്ട മുൻഗണനയുടെ കാര്യത്തിൽ, അപ്പോൾ ഈ ഫ്ലോർ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഭവം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത് ആശയപരമായിട്ട് യോജിപ്പുണ്ടെങ്കിൽ മാത്രമേ, ഇഷ്യൂസ് സംബന്ധിച്ച് അതിന്റെ പ്രയോറിറ്റിയുടെ കാര്യത്തിൽ ഒരേ ചിന്ത ഉണ്ടെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് ഫ്ലോർ മാനേജ്മെന്റ് നടത്താൻ പറ്റുകയുള്ളൂ. അതിവിടെ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അരുൺ തന്നെ നേരത്തെ പറഞ്ഞു, ഈ പാർലമെന്റിന് പുറത്തു നടക്കുന്ന പ്രതിഷേധ പ്രകടനങ്ങളിൽ, ഉള്ളിൽ നടക്കുന്ന പ്രതിഷേധങ്ങളിലൊക്കെ കോൺഗ്രസും കുറേയൊക്കെ ഇടതുപക്ഷ കക്ഷികളും, DMK അതുപോലെയൊക്കെയുള്ള പാർട്ടികളും, അല്ലെങ്കിൽ NCP, അവരൊക്കെ ഒന്നിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും പ്രധാനപ്പെട്ട രണ്ട് കക്ഷികളായ തൃണമൂൽ കോൺഗ്രസും അതുപോലെ തന്നെ SPയും സമാജ്വാദി പാർട്ടിയും ഈ വിഷയങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിൽ 99 സീറ്റുകൾ കോൺഗ്രസ് വർദ്ധിപ്പിച്ചു, ശരിയാണ്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷി പ്രതിപക്ഷ നിരയിൽ കോൺഗ്രസ് ആണ്, രണ്ടാമത്തെ കക്ഷി സമാജ്വാദി പാർട്ടിയാണ്, മൂന്നാമത്തേത് തൃണമൂൽ കോൺഗ്രസുമാണ്. ഇതിൽ രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഈ കൂട്ടിയ കൂടൂല ഇന്ത്യ ബ്ലോക്ക് എന്ന നിലയിലുള്ള അഭിപ്രായങ്ങൾ ഇപ്പോൾ വന്നു കഴിഞ്ഞു. ഇന്നിപ്പോൾ RJD നേതാവ് ലാലു പ്രസാദ് യാദവ് പറയുന്നത് മമതാ ബാനർജി നയിക്കട്ടെ, കോൺഗ്രസിൻ്റെ എതിർപ്പൊന്നും കണക്കാക്കേണ്ടതില്ല എന്നാണ്.
ഇന്ന് രാംഗോപാൽ യാദവ് സമാജ്വാദി പാർട്ടിയുടെ നേതാവും ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ സംശയം പ്രകടിപ്പിച്ചു. ആം ആദ്മി പാർട്ടി നേരത്തെ സംശയം പ്രകടിപ്പിച്ചു. NCPക്കും ഇതേ നിലപാടാണുള്ളത്. അപ്പോൾ രാഹുൽ ഗാന്ധി പോരാ, ഇന്ത്യ ബ്ലോക്കിനെ കണ്ണി ചേർത്ത് നിർത്താൻ എന്നുള്ള ഒരു ചിന്ത രൂപപ്പെടുകയാണോ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം? യഥാർത്ഥത്തിൽ അതിനുള്ളൊരു മെച്യൂരിറ്റി രാഹുൽ ഗാന്ധിക്ക് നഷ്ടപ്പെടുന്നുണ്ടോ, അഥവാ അതിനെ ചേർത്ത് നിർത്താൻ കഴിയുന്ന ഒരു ലേസണിംഗ് പൊളിറ്റീഷ്യനായി മാറാൻ കോൺഗ്രസിൻ്റെ നിരയിൽ ആരുമില്ലേ സണ്ണിക്കുട്ടി എബ്രഹാം? അരുണെ, നമുക്കറിയാമല്ലോ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനം, അടുത്ത കാലത്ത് ഈ കഴിഞ്ഞ 10 വർഷത്തെ 2 ടേമിലെ ഭരണം, അതിനുശേഷമുള്ള ഈ ഭരണം BJP ഏറ്റവും ബുദ്ധിമുട്ടിയ സമയമായിരുന്നു. അന്ന് അവിടെ പാർലമെന്റിൽ നേതൃത്വം കൊടുത്തത് രാഹുൽ ഗാന്ധി തന്നെയാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു സംശയം വരുന്നത്? ഒന്ന് ഹരിയാന തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ പരാജയം, മറ്റൊന്ന് മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന്റെ മാത്രം പരാജയമാണോ? അവിടെ ശിവസേനയ്ക്ക് യാതൊരു പങ്കുമില്ലേ? അവിടെ NCPക്ക് ഒരു പങ്കുമില്ലേ? NCPയുടെ ഏറ്റവും പ്രബലമായ, അവർക്ക് ഏറ്റവും ശക്തിയുള്ള സ്വാധീനമുള്ള മണ്ഡലങ്ങളൊക്കെ തൂത്തുവാരി മറ്റേ NCP കൊണ്ടുപോയി. അതുപോലെ തന്നെ ശിവസേനയുടെ കാര്യത്തിൽ അതെങ്ങനെ കോൺഗ്രസിന്റെ മാത്രം ഉത്തരവാദിത്തമാവുന്നത്? അതിന് മഹാരാഷ്ട്രയിലെ പരാജയത്തിന്റെ പ്രധാന കാരണം കോൺഗ്രസ് ആണെന്ന് ആ വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ പിന്നെ എന്തിനാണ് NCPയും ശിവസേനയും ഒക്കെ ഈ വോട്ടിംഗ് മെഷീനെ കുറ്റം പറയുന്നത്? അപ്പൊ ഇതൊക്കെ വളരെ വളരെ സ്വാഭാവികം. നിങ്ങൾ ഇപ്പം RJD നേതാവ് അദ്ദേഹം പറഞ്ഞു ഇനിയും ആര് നയിക്കട്ടെ, നമ്മുടെ മമത നയിക്കട്ടെ. ആരോട് ഓർമ്മയുണ്ടോ എന്നാണ് ഞാനൊന്ന് പറഞ്ഞോട്ടെ, മമതാ ബാനർജി നയിക്കട്ടെ. ആരോട് ഓർമ്മയുണ്ടല്ലോ, ഏതാണ്ട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് 1 മാസം മുമ്പല്ലേ ഈ സഖ്യമുണ്ടായത്. സഖ്യമുണ്ടായപ്പോൾ എന്തായിരുന്നു തീരുമാനം? അതിന്റെ കൺവീനറായിട്ട് എല്ലാവരും, കോൺഗ്രസ് അടക്കമുള്ളവര് തീരുമാനിച്ചത് ആരെയാ? നിതീഷ് കുമാറിനെ അല്ലേ? ആരാണ് എതിർത്തത്? നിതീഷ് കുമാർ കൺവീനർ ആവുകയാണെങ്കിൽ ഞാൻ ഈ സഖ്യത്തിലില്ല എന്ന് പറഞ്ഞ് ക്ഷോഭിച്ച യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് മമതാ ബാനർജിയാ. അതിനോടൊന്ന് ഓർത്തു നോക്കി. അന്ന് നിതീഷ് കുമാർ ഇതിന്റെ കൺവീനറായിട്ട് വരികയും JDU കൂടെ ഈ മുന്നണിയുടെ ഭാഗമാവുകയും ചെയ്തിരുന്നെങ്കിൽ ഇന്ത്യയുടെ ഇന്നത്തെ രാഷ്ട്രീയ സ്ഥിതി ഇതാകുമായിരുന്നു. ഒരുപക്ഷെ ഇന്ത്യ സഖ്യം ഇന്ത്യ മുന്നണിയെ പിളർത്തി BJP ക്യാമ്പിൽ നിതീഷ് കുമാർ കൊണ്ടുപോകില്ലെന്ന് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? അത് ബീഹാറിലെ പൊളിറ്റിക്സ് ആയിരുന്നല്ലോ നിതീഷ് കൊണ്ട് ആ തീരുമാനം എടുപ്പിച്ചത്. ഞാൻ അങ്ങിലേക്ക് വരാം. അങ്ങ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് കോൺഗ്രസിനെ മാത്രം അല്ല, അതിനുശേഷമാണല്ലോ പിന്നീട് BJP പാളയത്തിലേക്ക് നിതീഷ് കുമാർ പോകുന്നത്. അത് അന്നേറ്റ ഒരു കോർഡിനേഷൻ കമ്മിറ്റിയുടെ പദവി മാത്രമല്ലല്ലോ, ബീഹാറിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ കൂടി അത് നിശ്ചയിച്ചിട്ടുണ്ടാവും. ഞാൻ അങ്ങിലേക്ക് വരാം ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം. ഞാൻ ഒന്ന് BJP പ്രതിനിധിയിലേക്ക് പോയിട്ട് വരാം. അങ്ങ് പറഞ്ഞു ഞാൻ ഒരു വാക്കോട്ടെ. അത് മാത്രമല്ല, അന്ന് അല്ല നിതീഷ് കുമാർ കൺവീനർ ആയിരുന്നെങ്കിൽ ആ പാർട്ടി ഇന്ത്യ സഖ്യത്തിൽ ഉണ്ടാകുമായിരുന്നു, തെരഞ്ഞെടുപ്പ് ഫലം മറ്റൊന്നാകുമായിരുന്നു, യാതൊരു സംശയവും വേണ്ട. ശരി, ഞാനൊന്ന് BJP പ്രതിനിധിയിലേക്ക് കൂടി പോയി വരാം. നമുക്കൊപ്പം ഉള്ളത് BJP പ്രതിനിധി അഡ്വക്കേറ്റ് കൃഷ്ണദാസ് ആണ്. അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ്, ഇതൊക്കെ കണ്ട് BJP ചിരിക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? ഇന്ത്യ മുന്നണിയിൽ വിള്ളലുണ്ടാവുന്നു, കോൺഗ്രസ് ഒറ്റപ്പെടുന്നുവെന്ന പ്രതീതി ഉണ്ടാവുന്നു, രാഹുൽ നയിക്കാൻ വേണ്ട മമത വരട്ടെ എന്ന് ഇന്ത്യ മുന്നണിയിൽ ഒരു വിളിയുണ്ടാവുന്നു. അപ്പോൾ ഇന്ത്യ മുന്നണിയിലുണ്ടാവുന്ന ഏത് വിള്ളലും BJPയെ സംബന്ധിച്ചൊരു രാഷ്ട്രീയ വിജയമായിരിക്കും സ്വാഭാവികമായും. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ വിജയം നേടിയതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിലാണ്, ഹരിയാനയിൽ അപ്രതീക്ഷിതമായി വിജയം നേടിയതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിലാണ് BJP എന്നറിയാം. എന്നാൽ അപ്പോഴും പ്രതിപക്ഷത്തെ നിങ്ങൾ ഭയക്കുന്നുണ്ട്. പ്രതിപക്ഷം ഉയർത്തുന്ന വിഷയങ്ങളൊന്നും BJP പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ താല്പര്യപ്പെടുന്നതേയില്ല. ഇന്ന് KC വേണുഗോപാൽ പറഞ്ഞത് സഭ നടത്തിക്കൊണ്ടുപോകാൻ BJPക്ക് ലെവലേശം താല്പര്യമില്ല എന്നാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ വിള്ളലുണ്ടെങ്കിലും ഉലഞ്ഞു നിന്നെങ്കിലും ഇന്ത്യ മുന്നണിയെ നിങ്ങൾ ഭയക്കുന്നുണ്ട് കൃഷ്ണദാസ്. ഡോക്ടർ അരുൺ, ഇവിടെ പ്രതിപക്ഷത്തെ ഭയക്കേണ്ട കാര്യം എന്താണ്? പ്രതിപക്ഷം അവരവരുടെ റോള് ചെയ്യുക, അവരുടെ പങ്ക് വഹിക്കുക എന്നുള്ളത് മാത്രമേ സഭയിൽ ചെയ്യാറുള്ളൂ. കഴിഞ്ഞ എത്രയോ നാളുകളായി ലോകസഭയിലാണെങ്കിലും രാജ്യസഭയിലാണെങ്കിലും പ്രതിപക്ഷം എടുക്കുന്ന അവരുടെ ക്രിയാത്മകമായിട്ടുള്ള പങ്ക് എന്താണ്? അവർ ഏതെങ്കിലും ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുന്നുണ്ടോ? ഏതെങ്കിലും ഒരു വിഷയം ക്രിയാത്മകമായി ആ വിഷയം സഭയിൽ ഉന്നയിച്ചുകൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതിനെല്ലാം അപ്പുറത്തേക്ക് ഏതെങ്കിലും വിഷയം ഉന്നയിക്കാൻ വേണ്ടി ശ്രമിക്കുക, അതിനെ തുടർന്ന് അവർ തന്നെ വാക്കൗട്ട് നടത്തുക, അതിനെ തുടർന്ന് ബഹളമുണ്ടാക്കുക, ഈ തരത്തിൽ ഉള്ള കലാപരിപാടികളുമായി പ്രതിപക്ഷം ഏത് വിഷയമാണ് സഭയിൽ ഉയർത്തി ചർച്ചയ്ക്ക് തയ്യാറായിട്ടുള്ളത്? ചർച്ചയ്ക്ക് തയ്യാറാണ് സർക്കാർ പറഞ്ഞാൽ അത് വാക്കൗട്ട് ചെയ്യുന്ന സ്ഥിതിയാണ്.
അതൊക്കെ അടിയന്തര പ്രമേയമായി വന്ന കാര്യങ്ങളല്ലേ. അടിയന്തര പ്രമേയമായി വന്ന കാര്യങ്ങൾ അനുമതി നൽകിയില്ല എന്നുള്ളതല്ലേ അവരുടെ ഏക ആരോപണം. അത് അടിയന്തര പ്രമേയമായി എടുക്കേണ്ട വിഷയമാണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ബഹുമാനപ്പെട്ട സ്പീക്കറല്ലേ. അതിനേക്കാൾ അപ്പുറത്ത് സഭയിൽ നോർമലായി നടക്കുന്ന ചർച്ച, അതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കപ്പെടുന്ന വിഷയങ്ങൾ, അതിനപ്പുറത്തേക്ക് ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് എന്താ ബഹളം നടക്കുന്നതിന് കാരണം അത് അദാനിയല്ലല്ലോ, അത് സംഭാലുമല്ലല്ലോ, അത് സോണിയാഗാന്ധിയും കോൺഗ്രസ് നേതാക്കന്മാരും ഒക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിട്ടില്ല ജോർജ് സോറസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയമല്ലേ. ഫ്രഞ്ച് പത്രം നിഷേധിച്ചിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെട്ട് ബിജെപിയുടെ മുഖത്തേറ്റടിയാണ്. ആ തെളിവും പോയി. ഫ്രഞ്ച് പത്രം പറഞ്ഞത് അത് വ്യാജ വാർത്തയാണ്, ബിജെപി ഉയർത്തിക്കാട്ടുന്നത് എന്നാണ്. അതൊക്കെ ആര് നിഷേധിച്ചാലും ആര് നിഷേധിച്ചില്ലെങ്കിലും അതിൻ്റെയൊക്കെ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരുമല്ലോ. പ്രതിപക്ഷം ഉയർത്തുന്ന വാദങ്ങൾക്കും പ്രതിപക്ഷം ഉയർത്തുന്ന വിഷയങ്ങൾക്കും എന്തെങ്കിലും ഒരു രാഷ്ട്രീയപരമായ നിലപ്പുള്ള കാര്യങ്ങളാണോ അവർ ഉയർത്തുന്നത്? ബഹുമാനപ്പെട്ട ശ്രീ സന്നിക്കുട്ടി ചൂണ്ടിക്കാണിച്ചത് ഒരു മതേതര സ്വഭാവമുള്ള സംഘടനകളെല്ലാം ചേർന്നുകൊണ്ട് ഒരു സഖ്യമുണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ജനാധിപത്യപരമായി പ്രതിപക്ഷം ഒന്നിച്ചു ചേരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് തന്നെ അറിയാവുന്ന കാര്യമല്ലേ, പ്രധാനപ്പെട്ട കക്ഷികളിൽ ഏതെങ്കിലും ഒരു കക്ഷിക്ക് അങ്ങനെ ഒരു സ്വഭാവം സ്ഥായിയായിട്ടുണ്ടോ? പ്രതിപക്ഷ കക്ഷികളെ സംബന്ധിച്ച് അവർ ഉയർത്തുന്ന വിഷയങ്ങൾ BJP വിരുദ്ധത മാത്രമാണ്. അവർ ഉയർത്തുന്ന വിഷയങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആശയപരമായ ആദർശപരമായിട്ടുള്ള ഒരു നിലപാടുണ്ടോ? അതുപോലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ല, അതിൽ പല ആളുകളും ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ BJPയോടൊപ്പം വരികയോ BJPയോടൊപ്പം നിൽക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ള ആളുകൾ തന്നെയാണ്. അവരതിന് പോയതിനു ശേഷമാണ് അവർക്ക് മതേതരത്വം വളരെ പെട്ടെന്ന് വന്നത്. മുസ്ലിം ലീഗ് ആണല്ലോ അവരുടെ ഒരു പ്രധാനപ്പെട്ട. പക്ഷേ നിങ്ങളെ ഉത്തർപ്രദേശിൽ മുട്ടുകുത്തിച്ചത് ഇന്ത്യ മുന്നണിയാണ്. സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ച് നിന്നപ്പോൾ നിങ്ങളുടെ 62 നേരെ 36 ആയി. അല്ല, BJPയെ സംബന്ധിച്ച് BJP നിരവധി ഘട്ടങ്ങളിൽ രാഷ്ട്രീയപരമായി ഞങ്ങൾക്ക് ജനങ്ങളുടെ അടുത്ത് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അതേ സ്ഥലത്ത് തന്നെ ഞങ്ങൾ വലിയ തരത്തിൽ തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് നടന്ന റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ദിവസമല്ലേ എന്തായിരുന്നു മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ള ചർച്ച, പ്രത്യേകിച്ച് മലയാളത്തിലെ മാധ്യമങ്ങൾ. അതുകൊണ്ട് അത് അറിയാവുന്നതല്ലേ. അപ്പോൾ BJP പരാജയപ്പെടുന്നത് കാണുകയും അത് കണ്ട് ചിരിക്കുകയും അത് കണ്ട് ആഹ്ലാദിക്കുകയും ചെയ്യുന്ന അങ്ങ് എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ, നിങ്ങൾക്ക് ആഹ്ലാദിക്കാൻ വകയുണ്ടോ എന്നുള്ളത്. ഈ ആഹ്ലാദിക്കാനുള്ള വക BJP പരാജയപ്പെടുന്നുള്ള റിസൾട്ട് വരുമ്പോൾ മാധ്യമങ്ങളടക്കം പ്രതിപക്ഷ പാർട്ടികളടക്കം ബഹുമാനപ്പെട്ട സന്നിക്കുട്ടി അബ്രഹാം ചിരിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കേരളത്തിലെ അടക്കമുള്ള പ്രധാന രാഷ്ട്രീയ നിരീക്ഷകരടക്കം അവരെല്ലാം ആഹ്ലാദിച്ചിരുന്നൊരു ഘട്ടമുണ്ടായിരുന്നു. അതിൽ നിന്ന് മാറ്റം വന്നു. വളരെ പെട്ടെന്ന് ഉച്ചയായപ്പോഴത്തേക്ക് ഫലം മാറി മറിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും മഹാരാഷ്ട്രയിൽ അവർ പ്രതീക്ഷിച്ചത് BJPക്കെതിരായിട്ടുള്ള ജനവിധി ഉണ്ടാകും, ഒരു ക്ലീൻ സ്വീപ്പ് ഞങ്ങൾക്കുണ്ടാകും എന്ന് വിചാരിച്ചുകൊണ്ടാണ് രാഷ്ട്രീയപരമായി തെരഞ്ഞെടുപ്പിന് നേരിട്ടത്. പക്ഷേ വലിയ തരത്തിലുള്ള ജനപിന്തുണയോടുകൂടി BJP തിരിച്ചു വരുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ BJPക്ക് രാഷ്ട്രീയപരമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന പിന്തുണയെ സംബന്ധിച്ച് മറ്റ് പാർട്ടികൾക്ക് നല്ല ധാരണയുണ്ടെന്നേ. അത് SPയെ സംബന്ധിച്ചാണെങ്കിലും അത് BSPയെ സംബന്ധിച്ചാണെങ്കിലും അത് തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിലും DMK സംബന്ധിച്ചാണെങ്കിലും ഒക്കെ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ ഇവർ പല ഘട്ടങ്ങളിലും BJPയോടൊപ്പം ചേരുകയോ ഞങ്ങളോട് സഹകരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ള പാർട്ടികളാണ് പല ആളുകളും. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് നിരന്തരമായി എടുക്കുന്ന അവരുടെ നിലപാടുകൾ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ആ പാർട്ടികളിൽ ഇന്ത്യ മുന്നണിയിലെ പല പാർട്ടികളും പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾക്കൊപ്പം നിൽക്കുന്ന ആളുകളാണ്. ഇന്ത്യ മുന്നണിക്കൊപ്പമുള്ള ദേശീയ കക്ഷികൾ ഏതാണെന്ന് പരിശോധിച്ചാൽ കോൺഗ്രസിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു കക്ഷി അവിടെ ദേശീയ നിലപാട് സ്വീകരിക്കുന്ന ഒരു കക്ഷിയുണ്ടോ? അപ്പോൾ സ്വാഭാവികമായും അവരെ സംബന്ധിച്ച് അവരുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാദേശികമായി നിൽക്കുന്ന ചില നിലപാടുകൾ, ആ നിലപാടുകൾക്കൊപ്പമേ അവർക്ക് നിൽക്കാൻ വേണ്ടി കഴിയൂ, അവരതേ സ്വീകരിക്കൂ. BJPയെ സംബന്ധിച്ച് അതിൽ ഒരു തരത്തിലുള്ള അങ്കലാപ്പിന്റെയോ ആശങ്കയുടെയോ അതല്ലെങ്കിൽ സന്തോഷത്തിന്റെയോ ഒന്നും പ്രസക്തി ഞങ്ങൾക്കില്ല. ഇത്രയും ദിവസമായി പാർലമെന്റ് ശീതകാല സമ്മേളനം നടത്തിയിട്ട് അതിൽ ഭരണഘടനാ ദിവസം ഒഴിച്ചു നിർത്തിയാൽ ബാക്കി ഒരു ദിവസവും സഭയ്ക്ക് കാര്യമായി സമ്മേളിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. മാത്രവുമല്ല, മിനിറ്റുകൾ കൊണ്ട് സഭ പിരിയുന്നതാണ് കാണുന്നത്. ആ അർത്ഥത്തിൽ പാർലമെൻറ്റിൻ്റെ ഫ്ലോർ മാനേജ്മെൻറ്റ് കോൺഗ്രസിന് ഒരു പരാജയമാണെന്ന് പറയുമ്പോൾ പാർലമെൻറ്റ് നടത്തിക്കൊണ്ടുപോകാൻ സർക്കാരിനൊരു താല്പര്യവുമില്ല എന്നാണ് കാണുന്നത്. എത്രയെത്ര ബില്ലുകൾ ചർച്ച ചെയ്യപ്പെടേണ്ട ദിവസമാണ്. അവിടെയൊക്കെ ഈ പ്രതിപക്ഷം ഉയർത്തുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യാനൊന്ന് വഴങ്ങിയാൽ എന്താ കുഴപ്പം? അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിപക്ഷത്തിന് വലിയ സ്വാധീനമുണ്ടല്ലോ. പ്രതിപക്ഷ നേതാവായി ഔദ്യോഗികമായി അംഗീകരിച്ചൊരു നേതാവല്ലേ രാഹുൽ ഗാന്ധി? അദ്ദേഹം പറയുന്നത് കേൾക്കാൻ ഇന്ത്യക്ക് താല്പര്യമുണ്ടാവില്ലേ? എന്തുകൊണ്ടാണ് അടിയന്തര പ്രമേയത്തിനുള്ള നോട്ടീസ് കിട്ടുമ്പോൾ അത് അപ്പാടെ തന്നെ തള്ളിക്കളയുന്നത്? കേരളത്തിലാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയം ചർച്ച ചെയ്ത ഒരു നിയമസഭ ഉള്ളത്. അപ്പോൾ ഒരു മാതൃക സൃഷ്ടിച്ചുകൂടെ നമുക്ക്? അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്.
ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിക്ക് പാർലമെന്റിനകത്ത് അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള വിഷയം ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഏത് ഘട്ടത്തിലും എണീറ്റ് നിന്ന് ആ വിഷയം ഉന്നയിക്കാനുള്ള സാഹചര്യവും അനുവാദവും അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടല്ലോ ജനാധിപത്യത്തിൽ. അത് ഉപയോഗിക്കുന്നതിന് പകരം തുടക്കം മുതൽ തന്നെ ഏതെങ്കിലും തരത്തിൽ നിഷേധാത്മക നിലപാട് സ്വീകരിച്ചുകൊണ്ട് അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ അനുമതി ലഭിച്ചില്ല എന്ന് പറഞ്ഞ് നിരന്തരമായി സഭ വിട്ടിറങ്ങിപ്പോവുക അല്ലെങ്കിൽ ബഹളമുണ്ടാക്കുക എന്ന അടിത്തലത്തിൽ ഇറങ്ങി എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് രാഹുൽ ഗാന്ധി ക്രിയാത്മകമായി ഉന്നയിച്ചിട്ടുള്ള ഏത് വിഷയമാണുള്ളത് സഭയ്ക്കകത്ത്? രാഹുൽ ഗാന്ധി നിരന്തരം അതുകൊണ്ടാണല്ലോ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറണമെന്ന് മറ്റു പാർട്ടികൾ ആവശ്യപ്പെടുന്നതിന്റെ അല്ലെങ്കിൽ വ്യംഗ്യമായെങ്കിലും അവർ സൂചിപ്പിക്കുന്നതിന്റെ ഇന്ത്യ മുന്നണി പുറത്ത് നയിക്കാൻ രാഹുൽ ഗാന്ധിയാണോ മമതയാണോ എന്നതാണ് രാഷ്ട്രീയമായിട്ട് ഉയരുന്ന ചോദ്യം. പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി മാറണം എന്നൊരു അഭിപ്രായം ആരും രേഖപ്പെടുത്തിയിട്ടില്ല. ഞാൻ തിരിച്ചു വരാം ഇടവേളയ്ക്കു ശേഷം. പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, ഇന്ത്യ മുന്നണിയിൽ ഉലയുന്നുണ്ടോ ഇന്ത്യ മുന്നണി എന്നാണ്. ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യ മുന്നണി ഉലയുന്നുണ്ടോ എന്നാണ് ചോദ്യം. രാഷ്ട്രീയ നിരീക്ഷകനും മുതിർന്ന പത്രപ്രവർത്തകനുമായ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ഒപ്പം അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് BJP പ്രതിനിധി എന്നിവരാണ് നമുക്കൊപ്പം. ഞാൻ സണ്ണിക്കുട്ടി എബ്രഹാമിലേക്ക് ഒരിക്കൽ കൂടി. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, നേരത്തെ പി കൃഷ്ണദാസ് സൂചിപ്പിച്ചതിൽ ഒരു ഭാഗം ഇതാണ്, പലപ്പോഴും ചാഞ്ചാട്ടമുള്ള ആശയങ്ങളാണ് ഇവർക്കുണ്ടായിരുന്നത്, അഥവാ ചാഞ്ചാടിയിരുന്ന രാഷ്ട്രീയ കക്ഷികളാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരുന്നത്. നേരത്തെ BJPയുടെ ഭാഗമായിരുന്നവർ പോലും ഇന്ത്യ മുന്നണിയിൽ എത്തുമ്പോൾ സ്ഥായിയായ ആശയങ്ങളോ ഒരടിത്തറയോ പലപ്പോഴും ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾക്കില്ല എന്നാണ് പറയുന്നത്. നോക്കൂ, മഹാരാഷ്ട്രയിൽ എന്തുകൊണ്ടാണ് മഹാവികാസ് അഘാഡിയിൽ നിന്ന് NCP ഇറങ്ങിപ്പോയത്? അവിടെ സമാജ്വാദി പാർട്ടി ഇറങ്ങിപ്പോയത്? അവിടെ ഉദ്ധവ് താക്കറെയുടെ വിഭാഗത്തിലുള്ള ഒരു നേതാവ് എക്സിൽ ബാബറി മസ്ജിദ് പൊളിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചിത്രം പങ്കുവച്ചു. അത് മഹാവികാസ് അഘാഡിയിലെ ഉദ്ധവ് താക്കറെ വിഭാഗത്തോട് സമാജ്വാദി പാർട്ടി വിയോജിച്ചു. മഹാവികാസ് അഘാഡിയിലും സമാജ്വാദി പാർട്ടി ഇറങ്ങിപ്പോയി. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒരിക്കലും ചേരാത്ത സഖ്യകക്ഷികളായി നിൽക്കുന്നു. കേരളത്തിലേക്ക് വന്നാൽ അവിടെ ഇന്ത്യ മുന്നണി ഇല്ല എങ്കിൽ പോലും CPM-ഉം കോൺഗ്രസും പരസ്പരം വൈരികളായി നിൽക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാൻ CBI വരാത്തതെന്ത് എന്ന് ചോദിക്കുന്ന കോൺഗ്രസ്സാണ് കേരളത്തിൽ. തിരിച്ച് കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന പിണറായി വിജയനാണ്. അപ്പോൾ ഇങ്ങനെ പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രസതന്ത്രവുമില്ലാത്തവർ ഒരുമിച്ച് വന്നതാണോ ഇന്ത്യ മുന്നണിയിലെ ഈ വിള്ളലിൻ്റെ കാര്യം, അഥവാ വിള്ളൽ സ്വാഭാവികമാണോ എന്നതാണ്? അതിനു മുമ്പായിട്ട് BJPയിലെ സുഹൃത്ത് ഇവിടെ പറഞ്ഞത് അദാനി വിഷയം എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല എന്ന് അതിനോട് മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞത് അതൊരു അടിയന്തര പ്രമേയ രൂപത്തിൽ വന്നതാണ്. അതിന് അനുമതി കൊടുക്കണോ വേണ്ടിയോ തീരുമാനിക്കുന്നത് സ്പീക്കറോ അല്ലെങ്കിൽ രാജ്യസഭയിൽ ചെയർമാനോ ആണെന്നാണ്. സംഗതി സാങ്കേതികമായിട്ട് ശരിയാണ്. പക്ഷേ സഭാ നേതാവിൻ്റെ, അതായത് ലോക്സഭയിൽ പ്രധാനമന്ത്രി, ആ സഭാ നേതാവിൻ്റെ ഇംഗിതമനുസരിച്ചിട്ടാണ് ഒരു സ്പീക്കറോ അല്ലെങ്കിൽ ചെയർമാനോ അക്കാര്യത്തിലൊരു തീരുമാനം എടുക്കുന്നത്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു തീരുമാനമല്ല. എന്താണ് അടിയന്തര പ്രമേയം? രാജ്യം അല്ലെങ്കിൽ നിയമസഭയിലാണെങ്കിൽ സ്റ്റേറ്റ് നേരിടുന്ന ഏറ്റവും അടിയന്തര പ്രാധാന്യമുള്ള വിഷയം സഭ നിർത്തിവെച്ചു ചർച്ച ചെയ്യണമെന്നുള്ളത് അടിയന്തര പ്രമേയത്തിന്റെ ഉദ്ദേശം. അത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ടാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അദാനി വരുന്നു, സംഭാര് വരുന്നു, എന്തുകൊണ്ട് അതൊന്നും ചർച്ച ചെയ്യുന്നില്ല? അത് പ്രതിപക്ഷത്തിന്റെ ശബ്ദം സഭയിൽ ഉയരാൻ പാടില്ല, അവരെ അവിടെ അടിച്ചമർത്തണം. അതാണ് BJP കഴിഞ്ഞ 10 വർഷം 2 ടേമിലും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതാ. അരുൺ അറിയാമോ, ഇപ്പോൾ നമുക്കൊരു ഡെപ്യൂട്ടി സ്പീക്കർ പോലും ഇല്ല ലോക്സഭയിൽ. കഴിഞ്ഞ തവണയും ഉണ്ടായിരുന്നില്ല. കീഴ്വഴക്കമനുസരിച്ച് അത് കോൺഗ്രസിന് കൊടുക്കണം. കോൺഗ്രസിന് ഒരു ഡെപ്യൂട്ടി സ്പീക്കർ പദവി പോലും കൊടുക്കാൻ അനുവദിക്കാത്ത ഭരണകക്ഷി. പിന്നെ താങ്കൾ ചോദിച്ച ഐക്യരൂപമില്ലാത്ത പാർട്ടികൾ, ശരിയാണത്, യാതൊരു സംശയവുമില്ല. ഇതെല്ലാം ഒരു കൺവീനിയൻസിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ളത് തന്നെയാണെന്ന് സമ്മതിക്കുന്നതിൽ എനിക്ക് തെറ്റില്ല. പക്ഷേ മറ്റൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നേ. അപ്പൊ ഈ ഇന്ത്യ സഖ്യത്തെ നമ്മൾ നോക്കിയാൽ NCP അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസ്, ഈ 2 കക്ഷികൾ ഒഴികെയല്ല മറ്റെല്ലാ കക്ഷികളും നമ്മുടെ രാഷ്ട്രീയ ചരിത്രം നോക്കിയാൽ, സ്വാതന്ത്ര്യം മുതലോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ 47 മുതലുള്ള ചരിത്രം നോക്കിയാൽ എല്ലാ കാലത്തും കോൺഗ്രസിനെ മുഖ്യ ശത്രുവായി കണ്ടിരുന്ന പാർട്ടികളാണ്. അപ്പൊ അവർക്ക് പലപ്പോഴും ഇഷ്യൂ ബേസ്ഡ് ആവാം, പക്ഷെ പലപ്പോഴും കോൺഗ്രസിനെ അംഗീകരിക്കാൻ, കോൺഗ്രസിന്റെ നേതൃത്വം അംഗീകരിക്കാൻ അവർക്ക് പറ്റുന്നില്ല. നിങ്ങൾ ബംഗാളിലേക്ക് നോക്കൂ. ബംഗാളിൽ എന്താ സംഭവിക്കുന്നത്? അവിടെ വാസ്തവത്തിൽ തൃണമൂൽ കോൺഗ്രസ് ഒരു വലിയ ശക്തമായ ഇന്റേണൽ ഒരു വിഭാഗീയതയെ നേരിടുകയാണ്. അവരുടെ മമതയുടെ മരുമകനായ അഭിഷേക് ബാനർജിയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം തെറ്റിനിക്കുക. ഞാൻ ഡൽഹിയിൽ നിന്ന് കിട്ടിയ ഒരു വിവരം ശരിയാണോ എന്ന് എനിക്കറിയില്ല. മറ്റൊരാളുടെ പേരിൽ അഭിഷേക് ബാനർജി ഒരു പാർട്ടിയുടെ പേര് ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തു എന്നാണ് പറയുന്നത്. മറ്റൊന്ന് ശ്രദ്ധിച്ചോ, ഇപ്പോൾ BJPയുമായിട്ടുള്ള മമതയുടെ ബന്ധം മാറിയത് അരുൺ ശ്രദ്ധിച്ചായിരുന്നോ? എന്താണ് മമതയുടെ വലിയ
പിന്നെ ഇതായിട്ട് പറയുന്നത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ 7 സീറ്റുകൾ ജയിച്ചു. അതിന് തൊട്ട് തലേന്ന് നമ്മുടെ ആനന്ദ ബോസ് ഗവർണർ എന്താ പറഞ്ഞത്? സിറ്റുവേഷൻ ഇൻ ബംഗാൾ ഈസ് വെരി ബാഡ്. തലേ ദിവസം പറഞ്ഞത്. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് 7 സീറ്റ് കിട്ടി. അവിടെ BJPയും TMCയും തമ്മിലുള്ള രസതന്ത്രത്തിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് പശ്ചിമ ബംഗാളിന് ഡ്യൂ ആയിരുന്ന ഒത്തിരി ഫണ്ടുകൾ ഇതിനകം അനുവദിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ നമ്മൾ ഈ വിഷയത്തിൽ വരുന്നതാണോ എന്ന് സംശയമുണ്ടെങ്കിലും ഞാൻ ചോദിച്ചോട്ടെ, ഇന്നത്തെ മാതൃഭൂമിയുടെ മെയിൻ സ്റ്റോറി താങ്കൾ ശ്രദ്ധിച്ചായിരുന്നോ? പമ്പ അച്ചൻകോവിൽ വൈപ്പാർ പദ്ധതി അതിനേതാണ്ട് അനുമതിയാകുക. ജലകമ്മീഷൻ ഞാനൊന്ന് പറയട്ടെ. ഈ 17-ാം തീയതി തരുന്ന ജലവിഭവ കൗൺസിൽ അത് ചർച്ച ചെയ്യുക. അതൊരു ഒന്നാം തരം ഒരു ബൈറ്റാണ്, ഒരു ഇര, ചൂണ്ടയിൽ ഒരു ഇരയാണ് തമിഴ്നാടിന് ഇട്ടുകൊടുക്കുന്നത്. ചെറിയ കാര്യമല്ല. 63.4 കോടി ക്യൂബിക് മീറ്റർ വെള്ളം, 61,400 ഏക്കർ സ്ഥലത്ത് കൃഷി, കുടിവെള്ളം ഇതുണ്ടാകാൻ പോവുക. കേരളത്തിൽ 2 ഡാമുകൾ ഉണ്ടാക്കിയിട്ടത് വൈപ്പാറിലേക്ക് തിരിച്ചുവിടുക. അത് ഒന്നാം തരം ഒരു ബൈറ്റാണത്. നാളെ DMK അവര് ഇപ്പോ വാസ്തവത്തിൽ BJPയുടെ BJPയുടെ രാഷ്ട്രീയ തന്ത്രങ്ങളെ ഒന്നും ഒട്ടും ചെറുതാക്കി കാണരുത്. അവര് SPIയോ JDUവിനെയോ അല്ലെങ്കിൽ TDPയോ ഒരു വലിയ ആയുഷ്കാല സഖ്യകക്ഷി ആകുന്നത് പ്രതീക്ഷിക്കുന്നില്ല. അവർക്ക് വേണമെങ്കിൽ നാളെ പുതിയ സഖ്യകക്ഷികളിലേക്ക് പോകണം. DMK നേരത്തെ BJPയുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ഒരു പാർട്ടിയാണ്. ഇപ്പൊ അവര് ഫാസിസ്റ്റ് വിരുദ്ധം BJP വിരുദ്ധം പറയുമെങ്കിലും DMKയെ സംബന്ധിച്ചിടത്തോളം, സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാടിന്റെ താല്പര്യമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വെള്ളം, കുടിവെള്ളം, കൃഷിക്കുള്ള വെള്ളം, അതായത് ഒന്നാം തരം ചൂണ്ടയിലൊരു ഇര കുത്തിയിട്ടിരിക്കുകയാണ്. ഒരു മുന്നണിയിൽ എങ്ങനെ വിള്ളൽ ഉണ്ടാക്കണം എന്നുള്ളതിൽ ഗവേഷണം ചെയ്ത രാഷ്ട്രീയ തന്ത്രജ്ഞതയുണ്ട് BJPക്ക് എന്നുള്ളത് താങ്കൾ പറഞ്ഞു വെക്കുന്നത് വളരെ കൃത്യമാണ്. ജലസംയോജന പദ്ധതി ജലകമ്മീഷൻ അംഗീകരിക്കുന്നു എന്നത് ആ അർത്ഥത്തിൽ കേരളവും തമിഴ്നാടും തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുന്നണിക്കുള്ളിൽ വിള്ളൽ എന്നാണ്. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. മാത്രമല്ല DMKയും CPMും ഇത്ര അടുത്ത് നിൽക്കുന്ന പശ്ചാത്തലത്തിൽ BJPയുമായിട്ടുണ്ടാവുന്ന ഏത് കൊടുക്കൽ വാങ്ങലും അവിടെ ADMK ഏറെക്കുറെ ദുർബലമായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ DMK എന്ന് പറയുന്ന പാർട്ടി തന്നെയായിരിക്കും അടുത്ത ലോക്സഭയിലും വലിയ സ്വാധീനം പോകുന്നത്. നിയമസഭയിൽ പോലും DMKക്ക് ഉള്ള സാധ്യത. എനിക്കൊരു പോയിന്റ് കൂടെ പറയാം പ്ലീസ്. ഒരു പോയിന്റ്. പിന്നെ നിങ്ങളുടെ SPയുമായിട്ടുള്ള ബന്ധം നോക്കുമ്പോൾ അവിടെ UP തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുക. SPക്ക് മുസ്ലിം വോട്ടുകൾ വളരെ പ്രധാനമാണ്. അവിടേക്ക് കടന്നു കയറാൻ, അവിടെ ഇൻട്രോഡ്സ് ഉണ്ടാക്കാൻ, കോൺഗ്രസ് ഇൻട്രോഡ്സ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഒറ്റ കാര്യം കൂടെ, ഇപ്പൊ ഈ വിള്ളലുകൾ അല്ലെങ്കിൽ അകൽച്ച ഉള്ളപ്പോഴും ഉപരാഷ്ട്രപതിക്കെതിരായിട്ടൊരു അവിശ്വാസ പ്രമേയത്തിന്റെ നീക്കം നടക്കുക. അതിനകത്ത് TMC ഒപ്പുവെച്ചു കഴിഞ്ഞു, അതുപോലെ SP ഒപ്പുവെച്ചു കഴിഞ്ഞു. ഇപ്പോ ഇന്ത്യ സഖ്യത്തിലുള്ള എല്ലാ കക്ഷികളും ഒപ്പുവെച്ചു. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ തുടക്കത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നാളെ ഈ ഇന്ത്യ സഖ്യത്തിലെ രാഷ്ട്രീയത്തിലൊക്കെ വലിയ മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. രാഷ്ട്രീയ മാറ്റങ്ങളുടെ കല കൂടിയാണ്. അത് എങ്ങനെയാണ് ഈ മുന്നണിയിൽ വിള്ളലുണ്ടാക്കാൻ ശ്രമിക്കുന്നത്, അതിനെ എങ്ങനെയാണ് ഇന്ത്യ മുന്നണി പ്രതിരോധിക്കുന്നത്, അതിന് നേതൃത്വം നൽകേണ്ടത് ആര് തുടങ്ങിയ ചോദ്യങ്ങൾ ഇപ്പോഴും പ്രസക്തമാണ്. ഇടവേളണി ഉലയുന്നു എന്നാണ് ചോദ്യം. സണ്ണിക്കുട്ടി എബ്രഹാം രാഷ്ട്രീയ നിരീക്ഷകൻ, ഒപ്പം അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ് എന്നിവരാണ് നമുക്കൊപ്പം. അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ്, തമ്മിൽ ഐക്യരൂപമില്ലാത്ത ഘടകകക്ഷികളാണ് ഇന്ത്യ മുന്നണിയിലുള്ളതെന്ന് നിങ്ങൾ പറയുമ്പോഴും ഇന്ന് അതേ മുന്നണികളിൽ എല്ലാവരും ഒപ്പുവെച്ചിട്ടാണ് ജഗദീപ് ധൻഖറിനെ മാറ്റാനുള്ള ഒരു പ്രമേയമായി അത് അവതരിപ്പിച്ചിരിക്കുന്നത്. അവിശ്വാസ പ്രമേയത്തിന് 50 പേർ ഒപ്പുവെച്ചതിൽ 50 പേരും ഇന്ത്യ മുന്നണിയുടെ വിവിധ ഘടകകക്ഷികളിൽപ്പെട്ടവരാണ്. ചില വിഷയങ്ങളിൽ അവർക്ക് വിയോജിപ്പുകൾ ഉണ്ടാവാം. അത് ആഭ്യന്തര ജനാധിപത്യം ഏതൊരു മുന്നണിയിലും ഉണ്ടാകുമല്ലോ. പക്ഷേ കാര്യം വരുമ്പോൾ അവരൊറ്റക്കെട്ടാണ്. P. കൃഷ്ണദാസ്. ഡോക്ടർ അരുൺ, ബഹുമാനപ്പെട്ട ശ്രീ സണ്ണിക്കുട്ടി പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു നിരീക്ഷണം എന്ന നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞത് പ്രതിപക്ഷത്തിന് യാതൊരു തരത്തിലുള്ള പങ്കും ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് അറിയാത്ത കാര്യമല്ല. അദ്ദേഹം കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മുതിർന്ന മാധ്യമ പ്രവർത്തകരിൽ ഒരാളാണ് ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം. 1969-നും 77-നും ഇടയിലും 1980-നും 89-നും ഇടയിലും നമ്മുടെ രാജ്യത്ത് പ്രതിപക്ഷ സംവിധാനങ്ങളെ ഉണ്ടായിരുന്നില്ല, നേതാക്കളെ ഉണ്ടായിരുന്നില്ല. ആ സമയത്തും കൃത്യമായി വിഷയങ്ങൾ ഉന്നയിക്കാനും ആ വിഷയങ്ങൾക്ക് ചർച്ച കൊണ്ടുവരാനും സഭയിൽ ഏത് വിഷയമാണ് ഉന്നയിക്കപ്പെടേണ്ടത് അത് കൊണ്ടുവരാനും BJPക്ക് ഏതെങ്കിലും തരത്തിൽ സാഹചര്യം ഉണ്ടായിരുന്ന ഘട്ടങ്ങളിൽ BJP നേതൃത്വം അതിന് ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങ് ചോദിച്ച ചോദ്യം, പ്രതിപക്ഷ കക്ഷികൾ എന്നുള്ള നിലക്ക് അവർ നടത്തുന്ന ഒരു നീക്കത്തിനോ അല്ലെങ്കിൽ അവർ നടത്തുന്ന ഏതൊരു
അഭിപ്രായ സ്വീകരണത്തിനോ BJPയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരുവിധ രാഷ്ട്രീയ എതിരഭിപ്രായവുമില്ല, നയപരമായ അവരുടേതായ അതങ്ങനെയല്ല. അരുൺ സൂചിപ്പിക്കുന്നതും ശ്രീ സണ്ണിക്കുട്ടി സൂചിപ്പിച്ചതുമായിട്ടുള്ള വിഷയങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. നമ്മുടെ സഭയ്ക്കകത്ത് ചർച്ച ചെയ്യപ്പെടേണ്ടത് ഈ രാജ്യത്തിന്റെ സാമൂഹികപരമായ, രാഷ്ട്രീയപരമായ, അതല്ലെങ്കിൽ സാമ്പത്തികപരമായ രാജ്യത്തെ ബാധിക്കുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിലാണ്. സംസ്ഥാനങ്ങൾക്ക് സാധാരണ നിലയിലും ഉയർന്ന തുക കൊടുത്ത് സോളാർ വൈദ്യുതി ഒരു സ്വകാര്യ വ്യക്തിയിൽ നിന്ന്, അദാനിയുടെ ഗ്രീൻ എനർജിയിൽ നിന്ന് വാങ്ങി 2000-ത്തിലധികം കോടി രൂപയുടെ അഴിമതി ഉണ്ടാക്കി എന്ന് പറയുന്ന ഒരു വിഷയം ഇന്ത്യയിൽ ചർച്ച ചെയ്യേണ്ടതല്ലേ? അതിൽ 1500 കോടിയിലധികം ആന്ധ്രാപ്രദേശിലെ നിങ്ങളുടെ പഴയ അനുഭാവിയായിരുന്ന ഒരു പാർട്ടിക്കാണ് കിട്ടിയത്. ആ 5 സംസ്ഥാനങ്ങളിലെയും ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതൃത്വവും ഈ അഴിമതിപ്പണം വാങ്ങി എന്നുള്ളൊരു കേസ് ന്യൂയോർക്കിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് കേസെടുക്കുന്നില്ല എന്നൊരു ചോദ്യം നമ്മുടെ പാർലമെന്റിൽ അല്ലെങ്കിൽ എവിടെ ചോദിക്കും സർ? നമ്മുടെ രാജ്യത്തെ ലോകസഭയിലാണെങ്കിലും രാജ്യസഭയിലാണെങ്കിലും ഉന്നയിക്കേണ്ട വിഷയങ്ങളെ സംബന്ധിച്ച് റൂൾ 56 പ്രകാരമാണെങ്കിലും റൂൾ 57 പ്രകാരമാണെങ്കിലും അതുമെല്ലാം നടക്കുന്ന നടപടിക്രമങ്ങൾക്കനുസരിച്ച് അതിന് നടപടികൾ സ്വീകരിക്കേണ്ടത് സഭാനാഥന്മാരാണ്. അത് തീരുമാനിക്കപ്പെടുക അതിന്റെ അടിസ്ഥാനത്തിലാണ്. അതിൽ നമ്മൾ പുറത്തുനിന്ന് അഭിപ്രായം പറഞ്ഞാൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അവർക്ക് ഉന്നയിക്കാനുള്ള അവകാശമുണ്ട്. സഭയ്ക്ക് പുറത്തത് ഉന്നയിക്കുന്നുണ്ടല്ലോ, സഭയ്ക്ക് അതിനപ്പുറത്തേക്കോ അത് ഉന്നയിക്കുന്നുണ്ടല്ലോ. പക്ഷെ അതേ വിഷയങ്ങൾ തന്നെ സഭയ്ക്ക് വേറെ വിഷയങ്ങളായി വരുമ്പോൾ അവർക്കത് ഉന്നയിക്കേണ്ടതില്ലല്ലോ. സോറസിന്റെ വിഷയം വരുമ്പോൾ ഉന്നയിക്കേണ്ടതില്ലല്ലോ, ചർച്ച ചെയ്യപ്പെടേണ്ടതില്ലല്ലോ. സോറസ് പൊളിഞ്ഞു പാളീസായില്ലേ? അതൊക്കെ നമുക്ക് തോന്നുന്ന വിഷയങ്ങളല്ലേ? നമുക്ക് അങ്ങനെ തോന്നുകയാണ്. കോൺഗ്രസ് കൊണ്ടുവരുന്ന വിഷയങ്ങളെല്ലാം BJP കൊണ്ടുവരുന്നതാണ്. BJPക്കെതിരെ കൊണ്ടുവരുന്നതെല്ലാം അങ്ങനെ രാഷ്ട്രീയപരമായി നമ്മുടെ രാജ്യത്ത് നീതിക്ക് നിരക്കാത്ത തരത്തിലുള്ള ഏതെങ്കിലും ഒരു നടപടി ഉണ്ടായാൽ അത് സഭയ്ക്കകത്ത് ചോദ്യം തെറ്റില്ലെന്നേ. അവർ കോൺഗ്രസ്സുകാർ ചെയ്തതല്ലോ. ഞങ്ങളാണെങ്കിലും സഭയ്ക്കകത്ത് ഉന്നയിക്കുന്ന വിഷയങ്ങൾ സഭയ്ക്കകത്ത് ഉന്നയിക്കും, പുറത്തുന്നയിക്കേണ്ട വിഷയങ്ങൾ പുറത്തുന്നയിക്കും. അതുകൊണ്ട് പ്രതിപക്ഷ സഭയിൽ നരേന്ദ്രമോദി അദാനി എന്നൊരു വാക്ക് മിണ്ടിയിട്ടുണ്ടോ? ഇത്രയും കാലത്തിനിടയിൽ അദാനി എന്നൊരു വാക്ക് മിണ്ടിയിട്ടുണ്ടോ സഭയ്ക്കുള്ളിൽ? എന്താ ഭയക്കുന്നത്? ആരെയാ ഭയക്കുന്നത്? അദ്ദേഹത്തിന്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ ധാരണ അദ്ദേഹം പറയുന്നതിനനുസരിച്ച് പ്രധാനമന്ത്രി പറയണമെന്നുള്ളതാണ്. അതൊക്കെ നടക്കാൻ പോകുന്ന കാര്യമാണോ? അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അജണ്ട ഉണ്ട്. പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് പ്രധാനമന്ത്രി രാജ്യത്തോട് പറയേണ്ട, പാർലമെന്റിൽ പറയേണ്ട വിഷയങ്ങളെ സംബന്ധിച്ച് ഉണ്ടാകുമല്ലോ. അതാണ് നമ്മൾ കാണുന്നതും. കോൺഗ്രസിന്റെ അജണ്ടക്കനുസരിച്ചല്ലോ BJP രാജ്യം ഭരിക്കുന്നത്. ഞങ്ങൾക്ക് മാൻഡേറ്റ് ജനങ്ങൾ തന്നിരിക്കുന്നതിനാണ്. ഞങ്ങൾ നിശ്ചയിക്കുന്ന, ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഈ രാജ്യത്തെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന വിഷയങ്ങൾക്ക് നേതൃത്വം അതിന്റെ രാഷ്ട്രീയ സാധ്യതകൾ എന്താണ് എന്ന് നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം. ഇനി വരാൻ പോകുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ ഇന്ത്യ മുന്നണി പുതിയ രൂപത്തിലും ഭാവത്തിലുമാണോ ഇനി വരാൻ പോകുന്നത്? ഇന്ത്യ മുന്നണിയെ നയിക്കാൻ മമത തന്നെ വരുമോ? ഇക്കാര്യങ്ങളൊക്കെ ഇനി കാത്തിരുന്ന് കാണാം. നന്ദി അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്. നന്ദി ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം ചർച്ചയിൽ ചേർന്നത്. Debate with Dr. Arun Kumar.